നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കബീർ വേങ്ങര അദ്ദേഹത്തിൻ്റെ മുറാപ്പോത്തുകളും ആടുകളും താറാവുകളും ഒക്കെ ഉള്ള സിൽഫാമാണ്. അപ്പോൾ മലയാളി കർഷകൻ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് കബീർക്കാട പട്ടാളം. എന്തിനും സജ്ജമായിട്ടാണ് അവർ നിൽക്കുന്നത്. റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായാണ്. ഏകദേശം ഇവനൊരു 7 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കത് മുറയാണോ? എന്താണ് മുറന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ലക്ഷണങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തലൻ്റെ ഈ വീതി, അതുപോലെ തന്നെ നീളത്തിൽ വരുന്ന ഇതിൻ്റെ മൂക്ക് വരെ ഒരിക്കലും ബെൻഡ് ഉണ്ടാവും. ഒരു ക്രോസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ തലയായിരിക്കും. പുതിയ ആൾക്കാരെ കാണുന്ന കളിയാണ്. നമ്മൾ ഫ്രീയായിട്ട് വളർത്തുന്നവിടെ നല്ല വളർത്തില്ല. തലക്ക് ഏകദേശം എല്ലാം ഒരേപോലെയായിരിക്കും. നല്ല രീതിയിൽ വരുന്നു. വീതിയുള്ള ചെവിയുണ്ടാവും. അദ്ദേഹത്തിന് പറഞ്ഞാൽ ഇടനീളം, വലുതായി ചെറുത്, പിൻകാലം നല്ലതായിട്ട് നല്ല നീളമാണ്. ചെറിയ തല, ഇവിടെ ഒരു ബെൻഡ് വരുന്നത്. ബാക്കി ഇടനീളം നമ്മളെ മുറിനെ അപേക്ഷിച്ച് കുറച്ച് നീളം കുറവായി. കൊമ്പ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം മുറ കുളത്തിനെയാണ് ഇതിൻ്റെ കൊമ്പിൽ കാണുന്നത്. നല്ല ഐറ്റുമുണ്ട്. അത് വാലറ്റ് ഉള്ളത് എല്ലാ ആൾക്കാരും മുറ എന്ന് പറയുന്നത് വാലറ്റ് വെള്ളയാണ്. ഇന്നലത് ക്രോസാണ്. അത് കിട്ടും. ഇവനെ വാങ്ങിയിട്ട് ഇവനിപ്പോൾ 6 മാസം ചെറിയ കുട്ടിയായിട്ട് വാങ്ങുന്നതാണ്. ശരിക്കും മേസാണ് മുറ ക്രോസാണ്. ഇത് ലാഭകരമാണോ? ചെലവുകളില്ല. കാവൽക്കാരൻ കബീർക്ക് എത്ര ആടുകളുണ്ട് നിങ്ങൾക്ക്? ഏകദേശം കുട്ടികളൊക്കെ ആയിട്ടൊരു 15ഓളം.
ഉണ്ട്. ഒക്കെ നാടനാണ് അതോ? നാടനുണ്ട്, അതുപോലെ തന്നെ ചെമ്മനാശ്ശേരി ക്രോസ് ഉണ്ട്, മലബാർ ക്രോസ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റിൽ. ഇത് മലബാറിയാണോ? ഇത് മലബാറിയാണ്. മടങ്ങൂർ 4 അറ, 2 സൈഡായിട്ട് ഏകദേശം ഒരു അറയിൽ നമുക്ക് 5 അറ നടത്താൻ പറ്റും. ഉള്ളത് ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് പോയതാണ്. രണ്ടാമത് ഉഷാറാക്കണം. അതിന് താഴെ നമുക്ക് ഈ ഗ്ലാസും വരുന്ന പോയി ഈ പോട്ടിൽ വരും. ചേട്ടനൊക്കെ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഒക്കെ കറക്റ്റ് ചെയ്യും. അത് നമുക്ക് വാഴകൃഷിയുണ്ട്, കൃഷി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ പ്രാവുകൾ വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇവിടെ താറാവുകൾക്കുള്ള ചൂടാണത്. വീടിൻ്റെ താഴെ നമുക്ക് എക്സ്ട്രാ ചെലവ് വരുന്നില്ല. അതുപോലെ നമുക്ക് വ്യാപാരമാക്കി വളർത്താൻ പറ്റിയ ഒരു ഐഡിയ ആണിത്. 200 താറാവുകൾ നമുക്ക് വളർത്താൻ പറ്റും. അതിനായിട്ട് നമുക്ക് വേറെ ദിവസത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നാട്ടിലേക്ക് താഴെയല്ല. അതുപോലെ തന്നെ ഈ സെല്ലിൽ പ്രാവുകൾ, ഇതിപ്പോൾ മാർക്കറ്റ് പ്രാവുകളൊക്കെ നല്ലൊരു റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് നാടൻ പ്രാവുകൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നുമില്ല. ഏകദേശം നമുക്കൊരു 100 രൂപ മുതൽ 500 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രാവുകളെ വിട്ട് തീറ്റിക്കുന്നൊരു സിസ്റ്റമാണ്. അവരവിടെ ഇഷ്ടത്തിന് പോയിട്ട് ഇഷ്ടമുള്ളത് കഴിക്കും. ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്, രാവിലെ പോകും. അടുത്ത് പോയിട്ട് ഇപ്പോൾ നെല്ല് കൊയ്യുന്ന സമയമാണ്. അവിടെ നിന്ന് നെല്ലൊക്കെ കഴിച്ചിട്ട് അവരിവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, 100-120 കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ കുറേ വിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 40 വരെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. പുതിയതായി പണിയതാണ്. ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നേരെ ഷീറ്റിട്ടിരുന്നു കംപ്ലീറ്റ്. അത് പാറി നഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ മേലെ നോക്കുന്നത്. മൊത്തം നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫാഷൻ ഫ്രൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല തണലുമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ CO3 ആണ് ഇവിടെ നട്ടിട്ടുള്ളത്. കബീർ ഖാൻ്റെ പോത്തോളൊന്ന് ശുചിയാക്കാണ്. അപ്പോൾ കബീർ ഖാൻ മീൻപിടുത്തത്തിലാണ്. കബീർ ഖാൻ അത് കരുതലാണോ? അടുത്ത മീൻ വിളവാണത്. കണ്ണനത്തിൽപ്പെട്ട മീനാണ്. വളർത്ത ഞങ്ങളതിന് ബിലാലെന്ന് പറയാം. പല ഭാഗത്തുനിന്ന് പല പേരിലാണ് അറിയപ്പെടുന്നത്. കൃഷി ഈ പ്രാവശ്യത്തെ വെള്ളത്തിനാണ് പിന്നെ മണ്ണടച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വെള്ളം പറ്റാനുള്ള കാരണം. സാധാരണ അങ്ങനെ വെള്ളം പറ്റാറില്ല. മഴക്കാലം നമ്മൾ ഈ ചാലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. ഇതിലെ ആ ബാക്കിലൂടെ അവിടെ ഒരു ഇടവഴിയുണ്ട്. അതിലൂടെ അങ്ങനെ വെള്ളം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അല്ല അപ്പോൾ ഫ്രഷായിട്ട് വെള്ളമായിരിക്കും. വേനലും മഴക്കാലം ശക്തമായ വെള്ളം മണ്ണ് വന്ന് നിറഞ്ഞതാണ്. ഇപ്പോൾ കമ്പം നട്ടിട്ടുണ്ട്. ഏകദേശം വിളവെടുപ്പ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ഞാനിപ്പോൾ നമ്മുടെ കുറ്റിപ്പയർ, ചീര ഒക്കെ നട്ടിട്ടുണ്ട്. ബാക്കി വരുന്നത് വേസ്റ്റ് നമ്മൾ പോത്തുകൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വാഴയുണ്ട്. വാഴയുടെ ഇടയിൽ ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ CO3 നട്ടിട്ടുണ്ട്. CO3, CO5 ഈ 2 ഇനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഏതാണ് കൂടുതൽ വിളവുണ്ട്? കൂടുതൽ വിളവ് CO5 നല്ല വളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ വെള്ളം നിൽക്കുന്നതായതുകൊണ്ട് CO3 ആണ് ഏറ്റവും നല്ലത്. 5 വർഷമായിട്ടുള്ള ഇനങ്ങളാണ് ഇതെല്ലാം ഇവിടെ ഉള്ളത്. 5 വർഷമായിട്ട് ഞാൻ നട്ടതാണ്.